ഞാൻ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ് വീട്. ഇദ്ദേഹം ഷാജി ഭായി, ഇത് സമീർ, അത് റിയാസ്, അത് അഷ്റഫ് ഭായി. ഞങ്ങളിവിടെ മെക്സവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ദാസനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് രാവിലെ വെറുതെ ഒന്ന് നടക്കാമെന്ന് കരുതി വന്നതാണ്. കാരണം 2-3 ദിവസത്തെ തിരക്ക് പിടിച്ച ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ രാവിലെ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊന്ന് ഫ്രഷ് ആയതിനു ശേഷം മെല്ലെ പാർക്കിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഒരുപാട് ആളുകളൊക്കെ മോർണിംഗ് വാക്കിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു മലയാളി ഗ്രൂപ്പിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. സോ നമുക്ക് ഇവിടുത്തെ കുറച്ച് നേരം ഇവിടേക്ക് ഒന്ന് നടന്നതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് പോകുന്നതാണ് കരുതുന്നത്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇന്നിപ്പോൾ പറയാനില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെന്താണ്, ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഓരോരോ പാർട്ടികളൊക്കെ ജയിച്ചാൽ സന്തോഷത്തിലായിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ്റെ ഈ ഒരു കൂടുതലായിട്ടുള്ള ഈ ഒച്ചയും ബഹളമൊക്കെ ഇവിടുത്തെ TV ചാനലുകാരുണ്ടാക്കിയെടുക്കുന്ന ഒരു ബഹളമാണ്. ആക്ച്വലി ഇത്ര ബഹളമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതൊരു രസം. ആ ഇലക്ഷൻ്റെ ഒരു പൂരപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പം മലയ്ക്ക് പോകുന്ന സ്വാമിമാരുടെ വിശേഷങ്ങളും മണ്ഡലമാസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. സോ നമുക്കിനിപ്പോൾ സൗദിയിൽ പ്രത്യേകിച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്ത് ജുബൈൽ ഏരിയയിലൊക്കെ നല്ല കോടമഞ്ഞ് പോലെയുള്ള അത്രയും തീവ്രമായിട്ടുള്ളൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട മലയാളി ഗ്രൂപ്പിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ ആ ഒരു എക്സസൈസിൻ്റെ ടീമിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ആദ്യം ചോദിച്ചിട്ട് വരാം. അതിനുശേഷം നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. സൗദിയിൽ വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ രാവിലെ ഒന്ന് നടക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു മലയാളി ഗ്രൂപ്പ് ഇവിടെ അവരുടേതായ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ, എന്താണ് അതിൻ്റെ ഒരു മാക്സ് 7, അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് കണ്ടൊന്നും ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. മലപ്പുറം, തൃശ്ശൂർ, അതുപോലെ എറണാകുളമൊക്കെ ഉള്ള പല ഭാഗത്തുള്ള ആളുകൾ ഗ്രൂപ്പായിട്ടൊരു എക്സസൈസിൻ്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത ദിവസം വന്നിട്ട് അവരുടെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അൽക്കോബാറിലുള്ളവർ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവാസികളുടെയൊക്കെ ആരോഗ്യങ്ങളൊക്കെ ഒന്ന് പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടൊക്കെ ഒന്ന് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. നമുക്കൊക്കെ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ശരീരം നമ്മൾ തന്നെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെടുക. ഞാൻ ഇതിൻ്റെ താഴെ ഇവരുടെ കോർഡിനേറ്ററുടെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ അതെ അല്ലേ, ഒന്ന് പറഞ്ഞോളൂ. ലൊക്കേഷൻ അസ്കാൻ കോവാർ, ലുലുവിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അവരെ നമ്പറും കൊടുക്കാം. എല്ലാ ആക്സസും ഉള്ള ഏരിയ ആണ് ഇവിടെ. എവിടെ നിന്ന് വന്നാലും ദമാമി വന്നാലും ഒക്കെ ലാസ്റ്റ് ലുലുവിൻ്റെ സിഗ്നൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന പള്ളി എസ്കാൻ, അതിനോട് ചേർന്നുള്ള പാർക്കുമാണ് ഞങ്ങളുടെ ഇവിടുത്തെ പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവരോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് വിട പറയാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കാണാം. आप लोग कितने बजे आया है सुबह में? सुबह हम लोग आया ना 6:30 बजे। सलाम अलैकुम। आप किधर का है? पाकिस्तान से। पाकिस्तान की। मैं भी दनूब में काम कर रहे हैं मैं। अच्छा, दनूब में। सलाम अलैकुम। ये पंजाब और से, इंडिया पंजाब से। इंडियन पंजाब। सरदार जी सरदार। कितना साल से है? किधर? कितना साल में है इधर सऊदी में? तो हो गया, अभी बहुत टाइम हो गया। ओके, शुक्रिയ भाई. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, അവരൊരു പാകിസ്ഥാൻകാരനുണ്ട്, ഒരു ഇന്ത്യൻ സർദാർജി ഉണ്ട്, പഞ്ചാബുകാരൻ. അവർ രണ്ടുപേരും കൂട്ടുകാരാണ്. അവരെത്ര സന്തോഷത്തോടെയാണ് എക്സസൈസൊക്കെ ചെയ്ത് അവർ നമ്മളോട് ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചു, സബ്സ്ക്രൈബ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലാണ് വെറുതെ പാകിസ്ഥാൻകാരൻ, ഇന്ത്യക്കാരെന്നൊക്കെ പറഞ്ഞ് ശത്രുതയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ നിന്ന് അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നേ ഇല്ല. സോ നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ ഗൈസ്.
ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് നീണ്ടു നടക്കുന്ന ഒരു പാർക്കും ആ പാർക്കിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വിവിധ തരത്തിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് അതിൻ്റെ പുറകിൽ കാണാം ഒരു പാർക്കിൽ തന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കാണാം ബാക്കിലായിട്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം മെയിനായിട്ടുള്ളത്. പാർക്കും അതിനോട് കൂടെ തന്നെ ആളുകൾക്ക് നടക്കാനും അതുപോലെ തന്നെ കളിക്കാനും പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരികൾ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഇളം വെയിലൊക്കെ പോയി നല്ല ചൂടുള്ള വെയിലായി. ഇപ്പോൾ ഇനി ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ദിവസം തന്നെ നല്ല അടിപൊളി ഒരു വീഡിയോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ നല്ല ഇമ്പോർട്ടഡ് നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകളിലൊക്കെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോയ്ക്കും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും വിട പറയുന്നു. ദാസൻ. Thank you.